ഇപ്പോൾ പഠിച്ചില്ല മക്കളെ? എന്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? കാഥോഡ് റേ എക്സ്പെരിമെന്റ് ഡൺ ബൈ മൈക്കൽ ഫാരഡെ. അദ്ദേഹത്തിന്റെ സെറ്റപ്പ് പഠിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ച 5 ഒബ്സർവേഷൻസ് പഠിച്ചു. അതിൻ്റെ താഴെ ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോട്ടാ. അതിൻ്റെ താഴെ ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോളൂ. ലേറ്റർ പിൽക്കാലത്ത്, ലേറ്റർ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത്, ലേറ്റർ ദീസ് കാഥോഡ് റേസ് ആർ കോൾഡ്, later these cathode rays are called, these cathode rays are called, later these cathode rays are called as electrons. പിൽക്കാലത്ത് ഈ കാഥോഡ് റേസിന് എന്ത് പേര് വിളിച്ചു? ഇലക്ട്രോൺസ് എന്ന് പേര് വിളിച്ചു. ആര്? ബൈ ജെ തോംസൺ. എഴുത്, ബൈ ജെ തോംസൺ. by J.J. Thomson. Later, these cathode rays are called as electrons by J.J. Thomson. അപ്പോൾ അന്ധകാലത്ത് മൈക്കൽ ഫാരഡെ കണ്ടെത്തിയെങ്കിലും അന്ന് അദ്ദേഹം ഇലക്ട്രോൺ എന്നൊന്നും പേര് വിളിച്ചില്ല. പിൽക്കാലത്ത് മൈക്കൽ ഫാരഡെ കണ്ടെത്തിയ ഈ സാധനങ്ങളെയൊക്കെ J.J. തോംസൺ കണ്ടിട്ട് അദ്ദേഹം പേരങ്ങോട്ട് വിളിച്ചു, ഇലക്ട്രോൺസ് എന്ന് പേരങ്ങോട്ട് വിളിച്ചു. അതോടുകൂടെ ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആള് എന്ന പേര് ആർക്ക് കിട്ടി? J.J. തോംസണ് കിട്ടി. ലേറ്റർ ദീസ് കാഥോഡ് റേസ് ആർ കോൾഡ് ആസ് ഇലക്ട്രോൺസ് ബൈ J.J. തോംസൺ. ഓക്കെ മക്കളെ, ഇപ്പൊ നമ്മുടെ ഹെഡിങ് കിടക്കുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്നതാണ്. അത് വലിയൊരു ഹെഡിങ് ആയിട്ട് അവിടെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഡിസ്കവറി ഓഫ് പ്രോട്ടോണും ഡിസ്കവറി ഓഫ് ന്യൂട്രോണും ഇനി വരാനുണ്ടെന്ന്. ഇല്ല, അങ്ങനെ ഒരു ഹെഡിങ് ഇല്ല. പക്ഷെ അതിനൊന്ന് ചെറുതായി പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ കനാൽ റേസ് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മൈക്കൽ ഫാരഡെ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയില്ലേ? ആ എക്സ്പെരിമെന്റിന്റെ പേരെന്താ? കാഥോഡ് റേ എക്സ്പെരിമെന്റ്. അപ്പോൾ അദ്ദേഹം കാഥോഡ് റേയെ ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന റേസിനെയാണ് കാഥോഡ് റേ എന്ന് വിളിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കാഥോഡ് റേ മാത്രമല്ല കണ്ടത്, അദ്ദേഹം ഒരാളെ കൂടി കണ്ടിട്ടുണ്ട്. കനാൽ റേസ്. എന്താണ് കനാൽ റേസ്? കനാൽ റേസ് എന്ന് അദ്ദേഹം അന്ന് പേര് വിളിച്ചു. പിൽക്കാലത്ത് അത് ഡിസ്കവറി ഓഫ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സഹായിച്ചിട്ടുണ്ട്. അത്ര പഠിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ കനാൽ റേസിന് ഹെഡിങ് എഴുതിയിട്ട് അവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇൻ ഡിസ്കവറി ഓഫ് ഏത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. വേറൊന്നും ഇല്ലട്ടാ, വേറൊന്നും കഥ പറയാനില്ലട്ടാ. ഐ ആം ഷുവർ ഈ 2 റേസ്, കാഥോഡ് റേ ഉണ്ട്, കനാൽ റേ ഉണ്ട്, അതിൽ നിങ്ങളോട് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ കാഥോഡ് റേ ആണ്. നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റ് ആണ്, അതിൻ്റെ 5 പോയിന്റുകളാണ്. ഇതിന് ഒഴിവാക്കണം എന്നല്ലാട്ടോ, ഇതും പഠിച്ചോ. ചോദ്യം ചോദിച്ചാൽ നമുക്ക് വാരി വിതറാല. കനാൽ റേസ്. അപ്പൊ കനാൽ റേസ് ഏതിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ടതാണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും. ആകെ 3 ആളല്ലേ ഉള്ളൂ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ തീർന്നു, ബാക്കി 2 ആള് പ്രോട്ടോൺ, ന്യൂട്രോൺ. അയാളുടെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ആളാണ് കനാൽ റേസ്. എഴുതി, ഹെഡിങ് എഴുത്, കനാൽ റേസ് എന്ന് മാത്രം ഹെഡിങ് എഴുത് ബ്രാക്കറ്റിൽ, ഇൻ ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ഒരു റേ ആണ് കനാൽ റേ. നേരത്തെ നിങ്ങൾ 5 പോയിന്റ് പഠിച്ചില്ലേ? ഇവിടെ അതിൻ്റെ 2 പോയിന്റ് പഠിച്ചാൽ മതി. 2 പോയിന്റ് പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. എന്താണ്? ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ്. ആര്? കനാൽ റേ. കനാൽ റേയെ കുറിച്ചാണ് പറയണേ. കനാൽ റേസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. എന്താ എഴുതിയത്? ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ്. നേരത്തെ എന്തായിരുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നല്ലോ. ഇപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പൊ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെ, നേരത്തെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കുറെ സ്വഭാവം കാണിച്ചായിരുന്നല്ലോ. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തേക്ക് വളഞ്ഞു പോയി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇയാൾ എങ്ങനെയായിരിക്കും കാണിക്കുക? നേരത്തെ ആള് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി. ഇപ്പോഴത്തെ ആള് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. അങ്ങനെയല്ലേ ഉണ്ടാവുക? നേരത്തെ മുകളിലോട്ട് ഇങ്ങനെ വളഞ്ഞു പോയിരുന്നു. കാര്യം അയാൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഇപ്പൊ ഇയാള് കനാൽ റേ എന്ത് ചെയ്യും? ഇങ്ങനെ താഴോട്ട് വളഞ്ഞു വരും. എന്തുകൊണ്ട്? അയാൾക്ക് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ നമുക്ക് പറയാം, കനാൽ റേസിന്റെ എല്ലാ ബിഹേവിയറും ആരുടെ ഇതിന് ഓപ്പോസിറ്റ് ആണ്? കാഥോഡ് റേസിന് ഓപ്പോസിറ്റ് ആണ്.
ഒന്നുകൂടി പറയാം, കനാൽ റേസിൻ്റെ എല്ലാ ബിഹേവിയറും എന്തിന് ഓപ്പോസിറ്റാണ്? കാഥോഡ് റേക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോ. ബിഹേവിയർ ഓഫ് കനാൽ റേസ് ആർ, അങ്ങനെയല്ല, ഇങ്ങനെ എഴുതും, ബിഹേവിയർ ഓഫ് കനാൽ റേസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് സ്പെസിഫിക് ആയിട്ട് പറയണേ, എവിടെ? ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും. ബിഹേവിയർ ഓഫ് കനാൽ റേസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ബിഹേവിയർ ഓഫ് കനാൽ റേസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് are opposite to behaviors of cathode ray. നേരത്തെ പഠിച്ച കാഥോഡ് റേയുടെ സ്വഭാവത്തിന് ഓപ്പോസിറ്റ് ആണ് ബിഹേവിയേഴ്സ് ഓഫ് കാഥോഡ് റേ. അത് സിമ്പിൾ അല്ലേ? കാഥോഡ് റേ നെഗറ്റീവ് ചാർജ് ആണ്, കനാൽ റേ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പിന്നെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അതിലിത്ര പേടിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റാർ ഇട്ടിട്ടൊരു ഹെഡിങ് എഴുതിക്കോട്ടോ. ഇത് ഇങ്ങനെയാണ്, ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ്. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ E/m റേഷ്യോ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടോട്ടാ. E/m റേഷ്യോ. അത് കേട്ടോട്ടോ മക്കളെ. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിൻ്റെ മാസ്. എന്തൊക്കെയാണ്? ഇലക്ട്രോണിന് ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ വാല്യൂ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ചാർജ് ഡിവൈഡഡ് ബൈ ആ ഇലക്ട്രോണിൻ്റെ മാസ്. അതിനെയാണ്, ചാർജിനെയാണ് ഇ എന്ന് വിളിക്കുക, മാസിനെയാണ് എം എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് ഇത് എന്ത് പറഞ്ഞത്? E/m എന്ന് വിളിച്ചത്. E/m, ചാർജ് ഡിവൈഡഡ് ബൈ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു. അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്രയാണ്? 1.75 ഇൻറ്റു 10⁸. എങ്ങനെ? 1.75 ഇൻറ്റു 10⁸ അല്ല, കൺഫ്യൂഷനായി. 10⁸ അല്ല, 10⁻11. പഠിച്ചോ? എത്രയാണ്? 1.75 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം. യൂണിറ്റ് പഠിച്ചോട്ടോ. കൂളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാകും. കൂളം എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ് ആണല്ലോ കൂളം. ഡിവൈഡഡ് ബൈ, അല്ലേ? ബാർ ഇട്ട് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്നർത്ഥം. കിലോഗ്രാം മാസിൻ്റെ യൂണിറ്റ് ആണല്ലോ കിലോഗ്രാം. അപ്പോൾ E/m ചാർജിൻ്റെത് ഡിവൈഡഡ് ബൈ മാസിൻ്റെത്, കൂളം പെർ കിലോഗ്രാം. ഇത് കാണാതെ പഠിക്കണം, കൊന്നാലും മറക്കരുത്. E/m വാല്യൂ എത്രയാണെന്ന് കാണാതെ പഠിക്കണം, കൊന്നാലും മറക്കരുത്. 1.75 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം. ഇവിടെ ഒരു താഴെ ഇങ്ങനെ എഴുതി വെച്ചോട്ടോ, ദിസ് വാല്യൂ ഈസ് ഡിസ്കവേർഡ് ബൈ. ഇതാരാണ് കണ്ടെത്തിയത്? ഡിസ്കവേർഡ് ബൈ. ഈ വാല്യൂ 1.75 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം ആണെന്ന് കണ്ടെത്തിയ ആളാരാണ്? നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ആരാ അറിയോ? J.J. തോംസൺ. പണ്ടാരെ ഇയാൾ ഒഴിഞ്ഞു പോണില്ലല്ലോ. ഇയാൾ ഒഴിഞ്ഞു പോകൂല, ഇയാൾ ഈ ചാപ്റ്ററിൽ കുറേ തവണ വരും കേട്ടാ. ഡിസ്കവേർഡ് ബൈ J.J. തോംസൺ. ചാർജ് ഡിവൈഡഡ് ബൈ മാസിന്റെ വാല്യൂ 1.75 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം ആണെന്ന് കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. അപ്പൊ ചിലർക്കൊരു സംശയം, അല്ല സാറേ ചാർജ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം, മാസ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ അപ്പൊ ചാർജ് ഡിവൈഡഡ് ബൈ മാസ് ഭയങ്കര സംഭവമാണ്, അതിപ്പോ ഞങ്ങൾക്കും കാൽക്കുലേറ്റർ ചെയ്താൽ കിട്ടൂലേ? ഇലക്ട്രോണിന്റെ ചാർജ് ഞങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിന്റെ മാസും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ പിന്നെ ചാർജ് ഡിവൈഡ് ബൈ മാസ് എന്ന് ചെയ്താൽ ഞാനും ചെയ്തുതരാം. ഇലക്ട്രോണിന്റെ ചാർജ് 9.1 ഇൻറ്റു 10⁻1.6 ഇൻറ്റു 10⁻17 ഡിവൈഡഡ് ബൈ മാസ് 9.1 ഇൻറ്റു 10⁻31. അതൊക്കെ വാല്യൂ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഈക്വൽ ടു ഞെക്കുന്നു കാൽക്കുലേറ്ററിൽ, തെളിഞ്ഞു വരുന്നു 1.75 ഇൻറ്റു 10⁻11.
നമുക്കും കാൽക്കുലേറ്റർ കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ജെ ജെ തോംസൺ ചെയ്തത് ഭയങ്കര സംഭവമാക്കിയിട്ട് പറയണേ? അതിനുള്ള ഉത്തരം പിടിച്ചോട്ടാ. ജെ ജെ തോംസൺ ഈ വാല്യൂ കണ്ടെത്തുന്ന കാലത്ത് ഇലക്ട്രോണിന്റെ ചാർജും കണ്ടുപിടിച്ചിട്ടില്ല, ഇലക്ട്രോണിന്റെ മാസും കണ്ടുപിടിച്ചിട്ടില്ല. ഇലക്ട്രോണിനെ കുറിച്ച് ജെ ജെ തോംസൺ പറഞ്ഞൊരു വാക്കാണ് ഇത്, ചെറിയ കാര്യമല്ല. എന്ത്? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ജെ ജെ തോംസൺ പറയണേ, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും തമ്മിലുള്ള റേഷ്യോ 1.75 × 10⁻11 കൂളം പെർ കിലോഗ്രാം ആയിരിക്കും എന്നാര് പറഞ്ഞു? ജെ ജെ തോംസൺ. ഏത് കാലത്ത്? ഇലക്ട്രോണിന്റെ ചാർജോ മാസോ കണ്ടുപിടിക്കാത്ത കാലത്ത്. എടാ മോനെ, നീ ഇപ്പൊ കാൽക്കുലേറ്റർ ഞെക്കിയിട്ട് കണ്ടുപിടിച്ചില്ലേ? നീ ഇപ്പൊ കണ്ടുപിടിച്ചപ്പോ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന്, ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് നിനക്ക് അറിയണോണ്ടല്ലേ. ഇത് അദ്ദേഹത്തിന് അന്ന് അത് അറിയൂല, ആരും അത് കണ്ടുപിടിച്ചിട്ടില്ല. അന്ധകാലത്ത് അദ്ദേഹം പറഞ്ഞു, ചാർജ് എത്രയാണെന്ന് എനിക്കറിയില്ല, മാസ് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ചാർജ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ അത് ഇത്രയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അതുകൊണ്ട് പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ 1.75 × 10⁻11 കൂളം പെർ കിലോഗ്രാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ല അദ്ദേഹം ഇത് കണ്ടെത്തിയത്, എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് കണ്ടെത്തിയത്. അതെങ്ങനെയാണ് എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പൊ വിട്ടേക്ക്. പഠിച്ചോ? ചാർജ് ടു മാസ് റേഷ്യോ. ഇതുപോലെ ഒരു ഹെഡിങ് കൂടി ഉണ്ട് കേട്ടോ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ആദ്യം എന്താ പറഞ്ഞേ? ചാർജ് ടു മാസ് റേഷ്യോ. അതെന്തിനാ സാറേ ചാർജ് ടു മാസ് റേഷ്യോ ആദ്യം പറഞ്ഞേ? അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ചാർജ് കണ്ടെത്തിയിട്ടില്ല. ചാർജ് ടു മാസ് ഒക്കെ കണ്ടെത്തി കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്ന് കണ്ടെത്തിയത്. കിട്ടിയ? അതിന്റെ ഇമ്പോർട്ടൻസ് കിട്ടിയ? നെക്സ്റ്റ് ഹെഡിങ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്നറിയോ? E = A. ചാർജിന് ഞാൻ E എന്നാണല്ലോ നേരത്തെ റെപ്രസെന്റ് ചെയ്തത്. ഇവിടെ നോക്കടാ, ചാർജ് E. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചാർജ് മാത്രം E എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. E = കേട്ടോട്ടാ 1.6 × 10⁻19 കൂളം. എഴുതി വെക്ക്. ചാർജ് ഓഫ് ഇലക്ട്രോൺ E = 1.6 × 10⁻19 കൂളം. ഇവിടെ ഒരു കാര്യമുണ്ട്, -1.6 എന്നുണ്ട് കേട്ടോ. ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണല്ലോ, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണല്ലോ. അതുകൊണ്ട് ഇതൊന്ന് ശരിയാക്കി എഴുതണേ. എന്താണ്? E = -1.6 × 10⁻19 കൂളം. ചാർജ് അല്ലേ, ചാർജ് ഒന്നിരിക്കൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. E = -1.6 × 10⁻19 കൂളം. ഇത് കണ്ടെത്തിയ ആളുടെ പേര് വേണ്ടേ? ഇത് കണ്ടെത്തിയ ആളുടെ പേര് എഴുതൂ. ഡിസ്കവേർഡ് ബൈ എന്നല്ല വേണ്ടത്, ശരിക്കും മെഷേർഡ് ബൈ എന്നാണ്, അളന്നത്. ഡിസ്കവേർഡ് ബൈ. ഇയാളുടെ പേര് പഠിച്ചോട്ടാ, പുതിയ സയന്റിസ്റ്റ് ആണ്. R.A. മില്ലിക്കൺ. ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. സയന്റിസ്റ്റുകളുടെ അച്ഛന്മാർ ഈ ജാതി പേരിട്ടാലും ഞാനിപ്പോൾ അത് പഠിപ്പിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കും മക്കളെ. R.A. മില്ലിക്കൺ. ഇദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. കണ്ടെത്തിയ ആളുടെ പേര് R.A. മില്ലിക്കൺ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു എക്സ്പെരിമെന്റിന്റെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. R.A. മില്ലിക്കൺ ആണ് കണ്ടെത്തിയത്. ഏത് എക്സ്പെരിമെന്റിലൂടെ? ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ബൈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ എന്തൊക്കെയായി? ചാർജ് ടു മാസ് റേഷ്യോ ആയി, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആയി, കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരായി. ജെ ജെ തോംസണും R.A. മില്ലിക്കണും. കാണാൻ പഠിച്ചോളേ മക്കളെ പ്ലീസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണടാ, ഒന്ന് പഠിച്ചേക്ക്. പഠിച്ചല്ലോ? യെസ്. ഓക്കെ. ഞാൻ ഈ വായിക്കണ നേരമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടത് സമയം തീർക്കാനല്ല, ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനാണ് കേട്ടോ. നിങ്ങളിങ്ങനെ വായിക്കണം, മനസ്സിലിങ്ങനെ കടന്നു ഉരുളണം.
ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരും പോകരുത്. ഒരു കാര്യം പറയാനുണ്ട്. ഈ ക്ലാസ് കാണുന്നവരിൽ ചിലരൊക്കെ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ട് കയറി വന്നവരാണ്. ഡെമോ ക്ലാസ്. അപ്പോൾ ഡെമോ ക്ലാസ് എന്നതുകൊണ്ട് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഞാനടക്കം എന്നെ കൊണ്ട് വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡെമോ ക്ലാസ് ആയിട്ട് ഒരു ക്ലാസ് അവിടെ എടുത്തു വെക്കും. അങ്ങനെ ആയാൽ ഒരു സാറിന്, ഒരു അധ്യാപകന് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു ടോപ്പിക്ക്, ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്ക് അയാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതവിടെ റെക്കോർഡാക്കി വെക്കും. ആർക്കെങ്കിലും ഡെമോ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. അയാളുടെ മാക്സിമം ആണത്. അങ്ങനെ ഞാനും എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പല സ്ഥാപനങ്ങൾക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ ഞാനത് ചെയ്യുന്നില്ല. കാര്യം അതൊരു വിധത്തിലുള്ള പറ്റിപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം അയാളുടെ മാക്സിമം ആണ് നിങ്ങൾ കണ്ടത്, അയാളുടെ താഴെ ഒന്നും കണ്ടിട്ടില്ല. അയാൾക്ക് മിനിമം എത്ര വരെ പോകാം. അപ്പോൾ ഇവിടെ മാക്സിമം എന്നോ മിനിമം എന്നോ ഓർമ്മപ്പെടുത്താതെ ഇവിടെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബി ബാച്ചിൻ്റെ ക്ലാസ്സിലാണ് നിങ്ങളുള്ളത്. ബി ബാച്ചിൻ്റെ ഒരു നോർമൽ ക്ലാസ് ആണ് നിങ്ങൾ കണ്ടത്. പുതിയ കുട്ടികളോടാ പറയുന്നത്, നോർമൽ ക്ലാസ് ആണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൽ കൂടാനൊന്നുമില്ല, ഇതിൽ സ്റ്റാൻഡേർഡ് കൂട്ടാനൊന്നുമില്ല. എനിക്ക് കോൺഫിഡൻസ് കൂടിയ ടോപ്പിക് ആണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് കൂടുമായിരിക്കും, ചിലപ്പോൾ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് കുറയുമായിരിക്കും. ഇതാണ് ആവറേജ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുത്തോളൂ. ഫിസിക്സ്, മാത്സ് അതൊക്കെ കണ്ടിട്ട് തീരുമാനമാക്കിയിട്ട് പറയാം എന്ന് കരുതിയിട്ട് നേരം വൈകരുത്. സമയം ഒക്ടോബർ ആവാറായി. കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുക്കാനുള്ളവർ ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ഇപ്പോൾ എന്നെ വിളിച്ചോ. എൻ്റെ ഫോണിൽ വിളിക്കുകയോ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ സൗകര്യമുണ്ട്. എനിക്ക് എൻ്റെ സൗകര്യത്തിന് എടുത്ത് നോക്കാം. ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലാണെങ്കിൽ ഫോൺ എടുക്കില്ല. കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഐ റിപ്പീറ്റ്, കെമിസ്ട്രിക്ക്, ആ കെമിസ്ട്രിക്ക് ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ ഫിസിക്സിനും മാത്സിനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഒഫീഷ്യൽ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ബയോളജി എടുക്കുന്നുണ്ട്. അപ്പോൾ 4 സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, 4 സബ്ജക്റ്റും നമുക്ക് ഒഫീഷ്യലി ഒരു വർഷത്തേക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 4 സബ്ജക്റ്റിൻ്റെയും ഒരു ഏകദേശ ധാരണ, ഏകദേശമായ സ്റ്റാൻഡേർഡ് ഇങ്ങനെയായിരിക്കും. ഇത് കൂടുതലാണെന്നോ കുറവാണെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തോ. മറ്റു ട്യൂഷൻ സെൻ്ററുകളിൽ ചേർന്ന് പോയി സാറേ, നീ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ്. ഞാൻ വേറെ ട്യൂഷനിൽ ചേർന്ന് പോയി. ഒരു കുഴപ്പമില്ല. വേറെ ട്യൂഷനിൽ ചേർന്നവരാണ് നമ്മുടെ അടുത്ത് പഠിക്കുന്നവരിൽ 70% വിദ്യാർത്ഥികളും. ആഴ്ചയിൽ 2 മണിക്കൂർ ചെലവാക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സമയമില്ലാത്തവരുണ്ടാവാനുള്ള സാധ്യത കണ്ടിട്ടല്ല. സമയമില്ല എന്ന് ചിലർ പറയും. വെറും മടി, നോ റീസൺസ്, വേറെ ഒരു കാരണവുമില്ല. മടി കാരണം പറയും സാറേ സമയമില്ല. പിന്നെ സമയമില്ല. ആഴ്ചയിൽ 2 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് ചിലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുത്തു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചോ. ഗ്രൂപ്പിൽ, നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പറുണ്ട്. ഞാൻ എപ്പോഴും ഓഡിയോ അയക്കുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെയാണല്ലോ. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ വീഡിയോ അല്ല, ഈ വിവരം എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെയൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണം. ഫീസിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ഇനി റെഗുലർ ബാച്ചിൽ അങ്ങനെ എടുത്തിട്ട് പോകലായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ തീരുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫിസിക്സ്, മാത്സ്, ബയോളജി, കെമിസ്ട്രി. ഇപ്പോൾ കെമിസ്ട്രി നിങ്ങൾ കണ്ടല്ലോ, ഇതേ ലെവലിലായിരിക്കും ബാക്കി സബ്ജക്റ്റൊക്കെ. അപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നൊരു കാലത്ത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയാം, സാറേ ഫിസിക്സ് മനസ്സിലാവണില്ല, അതുകൊണ്ട് ആ സാറിനൊന്ന് മാറ്റിത്തരണേ, പുതിയ സാറിനൊന്ന് വെച്ചേക്കണേ. നമുക്ക് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാം. മാത്സ് മനസ്സിലാവണില്ലേ, എന്നോട് പറയൂ. ബയോളജി മനസ്സിലാവണില്ലേ, എന്നോട് പറയൂ. ബയോളജി ഞാൻ തന്നെയാണ് എടുക്കണേ. മനസ്സിലാവണില്ലെങ്കിൽ മനസ്സിലാവണില്ല എന്ന് പറയൂ. അപ്പോൾ കെമിസ്ട്രി, ബയോളജി ഞാനാണ്. ഫിസിക്സിന് വേറെ സാറുണ്ട്, മാത്സിനും വേറെ സാറുണ്ട്. ഇനി പുലികൾ വരാനിരിക്കുന്നുണ്ട്. പുലികൾ എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക് ബേസ് എക്സ്പേർട്സ് ഉണ്ടാവും. ചില ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള അധ്യാപകരുണ്ടാവും. അവർ ഈ കേരളത്തിൻ്റെ വിവിധങ്ങളായ ട്യൂഷൻ സെൻ്ററുകളിൽ പോയിട്ട് ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ.
അപ്പോൾ അവർക്ക് അതിൽ അത്രയും തറവായിരിക്കും. എങ്ങനെയൊക്കെ പോയാലാണ് കുട്ടികളിലേക്ക് ഇത് ഇങ്ങോട്ട് തുളച്ച് കയറ്റാൻ പറ്റുമെന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനത്തെ അധ്യാപകർ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ, കൂടുതൽ ആലോചിക്കരുതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആലോചിച്ചാൽ നിങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നേ ആലോചിക്കുള്ളൂ. മനുഷ്യനല്ലേ, അതാലോചിക്കണ്ട. പെട്ടെന്ന് അഡ്മിഷൻ എടുത്തേക്കും. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.